പ്രതിപക്ഷത്തിന് ഗൗരവമായൊരു രാജ്യത്തെ സംബന്ധിച്ച പരമാധികാരത്തെ സംബന്ധിച്ച് ചൈനീസ് ഒരു അധിനിവേശം സംബന്ധിച്ചൊരു ഗൗരവമായ വിഷയം ഉന്നയിക്കാൻ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഓം ബിർള സമ്മതിക്കുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്ന്, പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം പാർലമെൻറ്റിൽ അതിൻ്റെ ഉള്ളടക്കം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് പാർലമെൻ്ററി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അതുപോലെ തന്നെ ദേശ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. അത് ഒരു തവണയല്ല, പല തവണ തടഞ്ഞ സമയത്താണ് അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയുമായി പാർലമെൻറ്റിൻ്റെ മുന്നിലെത്തുന്നത്. പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇല്ലയോ എന്നുള്ളതാണ് പിന്നീടുണ്ടായ വിവാദം. ആ 4 Stars of Destiny എന്ന പുസ്തകം രാഹുൽ ഗാന്ധി നമ്മളെല്ലാവരും കണ്ട പോലെ മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളോടൊപ്പം തന്നെ പ്രസിൻ്റെ മുമ്പാകെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പാകെ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചു. അത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് അച്ചടിച്ചുണ്ടാക്കിയതാവണമെന്നില്ലല്ലോ. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് അച്ചടിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അവർക്കത് മറുപടി അതുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാം. പക്ഷേ പാർലമെൻറ്റ് അപ്പോഴും ഈ സംവാദത്തിന് അവസരമായിരുന്നു. സർക്കാരിന് മേൽക്കൈ എന്നുള്ള അവസരമൊന്നും ഉപയോഗിച്ചില്ല. പ്രതിപക്ഷ നേതാവ് വ്യാജമായൊരു വാർത്തയാണ് കൊണ്ടുവരുന്നതെങ്കിൽ, വ്യാജമായൊരു കാര്യമാണ് പാർലമെൻറ്റ് അവതരിപ്പിക്കണമെങ്കിൽ അതിന് ആ അവസരം സർക്കാരിന് ശരിക്കും ഉപയോഗിക്കാമായിരുന്നു. പ്രതിപക്ഷം ഇതാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷം രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞത്. പക്ഷേ അത് തിരിച്ചടിക്കാനാണ് നോക്കിയത്. പാർലമെൻറ്റിൽ തന്നെ തുറന്നു കാണിക്കാമായിരുന്നു. അത് പ്രതിപക്ഷത്തിന് വലിയ തരത്തിൽ ക്ഷീണവുമായിരുന്നു. പക്ഷേ മറിച്ച് പ്രതിപക്ഷത്തിന് വലിയ ഗെയിനുണ്ടായത്. പ്രതിപക്ഷം ഒരു പരമാധികാര പ്രശ്നം ഉയർത്തുന്നത് തീർച്ചയായും ഗൗരവമായ വിഷയം, ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അതിൻ്റെ ഒരു ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഗൗരവമായ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന പുസ്തകം അച്ചടിച്ചതിനൊപ്പം തന്നെ ഇത് പ്രസിദ്ധീകരിച്ച കാരവാനിൽ പ്രസിദ്ധീകരിച്ചൊരു കാര്യമാണ്. ഈ പ്രധാനപ്പെട്ട ഭാഗം വന്നിട്ടുണ്ട്. അത് നമ്മൾ അച്ചടിച്ച് ഒരു മാസികയിൽ അച്ചടിച്ച് വരിക എന്നുള്ളത് മുമ്പും പാർലമെൻറ്റ് പലപ്പോഴും ഈ പത്രങ്ങളിൽ വന്ന വാർത്തകളോ അതുപോലെ റിപ്പോർട്ടുകൾ തന്നെ പത്രത്തിൽ പാർലമെൻറ്റ് അംഗങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടുവരാം. എത്രയോ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് കാണാൻ പറ്റും. കാരവാനെതിരെ എന്തെങ്കിലും നടപടി എടുത്തായിട്ട് നമുക്ക് അറിയില്ല. നടപടിയെടുത്താൽ കാണില്ല. അവർ കാരവാൻ ഉത്തരവാദിത്തം പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമാണല്ലോ. അവർ ആത്മവിശ്വാസത്തോടെ പ്രസിദ്ധീകരിച്ചാൽ അവർ അവിടെ തന്നെ അവർക്കൊരു തിരുത്തലും കൊടുക്കേണ്ടി വന്നിട്ട് ഇതുവരെ. ഈ നിമിഷം അവർക്ക് തിരുത്തൽ കൊടുക്കുന്ന കാര്യം അവർ പൂർണ്ണമായ വിശ്വാസത്തെ പ്രസിദ്ധീകരിച്ചായിരിക്കും. അല്ല, അതൊക്കെ എടുക്കുമായിരിക്കാം. സ്വാഭാവികമായിട്ടും വായടപ്പിക്കുക എന്നുള്ള സർക്കാരിൻ്റെ നയം അനുസരിച്ച് അവർ കേസിൽ. പക്ഷേ അങ്ങനെ കീഴ്പ്പെടുന്നൊരു സ്ഥാപനമാണ് കാരവാൻ. ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. കാരവാൻ എൻ്റെ ഉറച്ച നിലപാടിലുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. അല്ലെങ്കിൽ ഇത്ര ഗൗരവമായ വിഷയം പ്രസിദ്ധീകരിക്കാൻ അവർ 100 വട്ടം ആലോചിക്കും. നമ്മുടെ സാധാരണ ഇതിന് പല പ്രസിദ്ധീകരണങ്ങളും ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ വിമുഖത കാണിക്കുമ്പോൾ കാരവാൻ ധൈര്യസമേതം കാണിക്കുകയാണ് രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇത് എഴുതിയ ബഹുമാനപ്പെട്ട നാരവനെ ഈ എക്സെപ്ഷനും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അകത്ത് ഈ എക്സെപ്റ്റ്സ് ഒന്നും അദ്ദേഹം കാണുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിയുന്നത് പറയാമോ, തുടക്കം തന്നെ പറയാമോ. പക്ഷെ അവർ പറഞ്ഞ പുസ്തകമല്ല പ്രശ്നം, ഓൾറെഡി പ്രസിദ്ധീകരിച്ചൊരു ഭാഗമാണ് ഇതിൻ്റെ അകത്ത്. ഈ പുസ്തകമായിട്ടാണോ അല്ലെങ്കിൽ കൂടി ഒരു ഭാഗം കാരവാനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അവൈലബിളാണ്. അത് ഇതുവരെ നിഷേധിക്കാനും തടയാനും പറ്റിയിട്ടില്ല. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.